ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രക്തം ചിന്തിയ 5 രക്തസാക്ഷികളെയും ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയെയും ഉണ്ടാക്കിയ കൂത്തുപറമ്പ് സമരം മറവിയിലേക്ക് എറിയാറായോ? ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ്. കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ട IPS ഉദ്യോഗസ്ഥൻ ഇടത് സർക്കാരിന്റെ പോലീസ് മേധാവിയാകുന്നു. വെടിവെപ്പിൽ കമ്മീഷൻ കുറ്റവിമുക്തനാക്കിയതും കോടതിയുടെ ക്ലീൻ ചിറ്റും റവാഡയെ പാർട്ടി പ്രവർത്തകർക്കും സ്വീകാര്യനാക്കുന്നുണ്ടോ? പുഷ്പനെ അറിയാമോ എന്ന പാട്ട് കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കൊണ്ടു നടന്ന കാലത്ത് കേരളം മുഴുവൻ മുഴങ്ങിയതാണ്. ഒടുവിൽ പുഷ്പനും രക്തസാക്ഷിയായി കഴിഞ്ഞു. അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനോടുള്ള വിരോധവും അവസാന കാലത്ത് പാർട്ടി വെടിഞ്ഞതാണ്. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രായോഗികതാ വിശദീകരണങ്ങളിൽ പി ജയരാജൻ ഒറ്റയ്ക്കൊരു ശബ്ദമാണോ? റവദയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ രവട ചന്ദ്രശേഖരനെ DGP ആക്കിയുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് വിരോധാഭാസമായി തോന്നുന്നത് പി ജയരാജന് മാത്രമോ? പാർട്ടി പൊറുത്തോ എന്നതാണ് ചോദ്യം. CPM നിന്നും SK സജീഷ്, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJP നിന്നും അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ CPM പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. SK സജീഷ്, ഇന്ന് പി ജയരാജൻ പറഞ്ഞതും MV ഗോവിന്ദൻ പറഞ്ഞതും കേരളം കേട്ടതാണ്. അപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് നിങ്ങൾ എത്രത്തോളം വൈകാരികമായി ഉയർത്തിയ വിഷയമാണെന്നും എല്ലാ സമരകാലത്തും അത് ആവർത്തിച്ച് പറയാറുള്ളതാണെന്നും കേരളത്തിന് ഓർമ്മയുള്ളതാണ്. പക്ഷേ പാർട്ടി കൂത്തുപറമ്പ് വെടിവെപ്പ് മറന്നോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ഓർമ്മയായി ഉയർത്തിയത് പി ജയരാജനാണ്. എന്താണ് പ്രതികരണം? സ്മൃതി ഇപ്പോൾ ഇവിടെ വായിച്ച ഇൻട്രോയിൽ പറയുന്ന കാര്യം ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് പി ജയരാജൻ എന്നാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി ഞങ്ങളാരും കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞതും അതുപോലെ തന്നെ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമെല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടേതായ ഭാഷയിൽ ഓരോന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരോധാഭാസമായി തോന്നുന്നു പി ജയരാജന്. അദ്ദേഹം പറഞ്ഞോ വിരോധാഭാസമാണ് ഇത് എന്ന്? ഇവിടെ ഇത്തരത്തിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DGP നിയമനവുമായി ബന്ധപ്പെട്ട് അതിന് നിയതമായ രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് തന്നെയാണ് കേരളത്തിൽ DGPയെ നിയമിച്ചിട്ടുള്ളത്. ആ നിയമത്തിൽ പരിമിതമായ അധികാരം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ DGP നിയമനം നടത്തുന്നത്. ഇവിടെ പ്രകാശ് സിംഗ് കേസ് വന്നതിന് ശേഷം നമുക്ക് രാജ്യത്താകെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 സെൻകുമാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ആ കേസിൻ്റെ ഭാഗമായി സീനിയോറിറ്റി മറികടന്നു എന്നതിൻ്റെ പേരിൽ ബെഹ്റയെ മാറ്റിയതും അദ്ദേഹത്തെ DGPയായി പുനർനിയമനം നടത്തിയതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നു. അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പാനൽ നൽകുന്നത്. ആ പാനൽ 6 പേരുടെ പാനൽ തയ്യാറാക്കിക്കൊണ്ട് ആ പാനലാണ് പിന്നീട് 3ആയി ചുരുക്കി കേരളത്തിൽ. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സജീഷ് ഒന്ന് ചോദിക്കട്ടെ. താങ്കൾ ഈ സെൻകുമാറിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. സെൻകുമാറിനെ DGP സ്ഥാനത്ത് താല്പര്യപ്പെടുന്നില്ല എന്ന് നിലപാടെടുത്തത് ഇടത് സർക്കാരാണല്ലോ. സെൻകുമാറിനെ മാറ്റുന്ന തീരുമാനം വന്നു. സെൻകുമാർ കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ സെൻകുമാറിനെ തന്നെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോടതിയാണ്. പക്ഷേ സെൻകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കൃത്യമായ നിലപാടുണ്ട് അല്ലേ? സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഇന്നും ആ നിലപാട് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ രവാദയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നൊരു ചോദ്യം. ഞാൻ പി ജയരാജൻ പറഞ്ഞ വാചകങ്ങൾ അതേപടി ആ ഇൻട്രോയിലുണ്ട്. പി ജയരാജൻ വിരോധാഭാസമെന്ന് പറഞ്ഞു എന്നുള്ളതല്ലോ. പി ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിക്കുന്നു. അന്ന് രവദ ചന്ദ്രശേഖരന്റെ ചുമതല എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാക്കും. അതിലെ ഒരു വാചകമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നതിനെ താങ്കൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. എൻ്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സെൻകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകാമോ? അല്ല, താങ്കളുടെ ചോദ്യമല്ല വ്യക്തമാകുന്നത്. താങ്കളുടെ ഉദ്ദേശം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ആ ഉദ്ദേശം പ്രേക്ഷകർക്കും വ്യക്തമാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. താങ്കൾ ആവശ്യാനുസരണം കുറേ പദങ്ങളെടുത്ത് പ്രയോഗിച്ചു. ആ പദങ്ങളൊന്നും സഖാവ് പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായ പദങ്ങളല്ല. താങ്കൾക്ക് ആവശ്യമാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആമുഖത്തോടെ താങ്കൾ തുടങ്ങുമ്പോൾ താങ്കൾ എന്നെ വ്യക്തിപരമായി പറയുമ്പോൾ എനിക്കത് വായിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദയവ് ചെയ്തൊന്ന് സഹകരിക്കൂ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവഡ. നിയമനം അല്ല വായിക്കട്ടെ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവഡ. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്.
നിതിൻ അഗർവാൾ ആകട്ടെ CPM-കാരെ തല്ലിച്ചതച്ച ആളാണ്. യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പും റവദ ചന്ദ്രശേഖരൻ തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ചുമതല ഏറ്റെടുത്ത ദിവസങ്ങൾക്ക് ശേഷം നവംബർ 25 വെടിവെപ്പ് നടക്കുന്നു. 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്ന് നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പത്മകുമാർ, രവദ, ഹക്കീം ബത്തേരി അവരാണ് നേതൃത്വം കൊടുത്തത്. പരിഗണിക്കപ്പെട്ട 3-ൽ 2 പേർ അതിലൊരാളാണ്. ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് അതൊരു പ്രശ്നമല്ല. ഗവൺമെന്റ് തങ്ങളുടെ മുന്നിൽ വന്ന നിർദ്ദേശത്തിൽ തീരുമാനം നടപ്പാക്കിയതാണ്. ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത്. CPM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M. സുകുമാരൻ, അതായത് ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി M. സുകുമാരൻ ഭീകരമായി ലോക്കപ്പിൽ അദ്ദേഹത്തെ തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. LDF ഗവൺമെന്റ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വിവാദമുണ്ടാക്കലാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതി. താങ്കൾ പറയുന്ന പോലെ ആ വരിയിലേക്ക് വരുന്നു വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതി. ആരാണ് യോഗ്യനെന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. എനിക്കതിൽ അധികാരമില്ല. CPIM DYFI എതിർ നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് മുൻപ് സ്വീകരിച്ച നിലപാട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തായിരുന്നുവെന്നും അന്ന് പാർട്ടി എത്രത്തോളം അതിൽ പ്രതിരോധം തീർത്തിരുന്നുവെന്നും പ്രതിഷേധം തീർത്തിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഇത് കേരളത്തിന് അറിയാത്ത കാര്യമല്ലല്ലോ. പറഞ്ഞോളൂ. തീർച്ചയായും. ഇനി ഒരു കാര്യം പറയാം. ഇനി സ്മൃതി ഇടപെടില്ല എന്ന് കരുതുക. സ്മൃതി സഖാവ് P. ജയരാജൻ്റെ പ്രസ്താവന അങ്ങനെ തന്നെ വായിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും താങ്കൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം കൃത്യമായി തന്നെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലൊന്നും മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത് നിയതമായ രീതിയിൽ നടക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞപ്പോഴും അത് വ്യക്തമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ DGP നിയമനവുമായി ബന്ധപ്പെട്ട് റവദ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം ചുമതലയേൽക്കുന്നത് 1994 നവംബർ 23-ാം തീയതിയാണ്. 23-ാം തീയതി ചുമതലയേറ്റ് 25-ാം തീയതിയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാകുന്നത്. ആ വെടിവെപ്പിനെ തുടർന്ന് നമുക്കറിയാം വ്യാപകമായ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അന്ന് UDF ഗവൺമെൻറ് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. തലശ്ശേരി ജില്ലാ ജഡ്ജി K. പത്മനാഭൻ നായർ അതിൻ്റെ അന്വേഷണ കമ്മീഷനായിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് 1997 മാർച്ച് 27-ാം തീയതി പുറത്തു വന്നു. ആ റിപ്പോർട്ടിനകത്തും ഞങ്ങൾ ഇപ്പോഴും എന്നും അന്നും ഇന്നും എപ്പോഴും പറയുന്ന കാര്യവും തന്നെയാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്. അതിനകത്ത് DYSP ഹക്കീം ബത്തേരി ഒഴിവാക്കാനാകുന്ന ലാത്തി ചാർജ് വെടിവെപ്പിലേക്ക് നയിച്ചു എന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ TT ആൻ്റണി അദ്ദേഹത്തിന് നേരിട്ട വീഴ്ചയാണ് വെടിവെപ്പിലേക്ക് നയിച്ചത് എന്ന് റിപ്പോർട്ടിനകത്തുണ്ട്. ഉത്തരവാദികൾ MV രാഘവൻ, ഹക്കീം ബത്തേരി, TT ആൻ്റണി തുടങ്ങിയവരാണ് എന്ന് കൃത്യമായി റിപ്പോർട്ടിലുണ്ട്. അതിനകത്ത് ASPയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം 2 ദിവസം മുമ്പാണ് ചുമതലയേറ്റത്. ഭൂമിശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം മുമ്പ് MV രാഘവനുമായി ബന്ധപ്പെട്ടതിന് തെളിവില്ല. മറ്റുള്ളവർ നടത്തിയ പോലെയുള്ള ഗൂഢാലോചന ഇദ്ദേഹം നടത്തിയതായി തെളിവില്ല. പരാതിക്കാർക്ക് പോലും, അതായത് പരാതി നൽകിയ ആളുകൾക്ക് പോലും ഇദ്ദേഹം ഇങ്ങനെയൊന്ന് ചെയ്തു എന്നുള്ള അഭിപ്രായമില്ല, അവർ അങ്ങനെ വാദിച്ചിട്ടില്ല എന്നുൾപ്പെടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തി ചാർജ് തുടങ്ങിയത്. അവിടെ സമാധാനപരമായിട്ടായിരുന്നു കാര്യങ്ങൾ നിന്നത്. മന്ത്രിയുടെ കൂടെ എസ്കോർട്ടിന് വന്ന ഹക്കീം ബത്തേരിയാണ് അവിടെ സമാധാനപരമായി നിന്ന ആളുകൾക്ക് നേരെ വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്ന സാഹചര്യം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. സജീഷ്, ഇനി ഉപചോദ്യം താങ്കൾ ഈ പറയുന്ന ഉപചോദ്യം നമുക്കിങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. താങ്കൾക്ക് വിശദീകരിക്കാനുള്ള സമയം തന്നെയാണ്. താങ്കൾ ഈ പറയുന്ന റിപ്പോർട്ട് പത്മനാഭൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് 97-ലാണല്ലോ. നിങ്ങൾ 2012 വരെ നിയമ പോരാട്ടം നടത്തുന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ 2012 വരെയും 97 പറയുന്ന നിങ്ങളിപ്പോൾ വായിക്കുന്ന പത്മനാഭൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും നിങ്ങൾ എല്ലാ കാലത്തും റവഡ, അതോടൊപ്പം ഹക്കീം ബത്തേരി ഇവർക്കെതിരെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ നിങ്ങൾ എന്തിനാണ് പിന്നെ കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് അന്നേ ഇത് സ്വീകാര്യമായിരുന്നുവെങ്കിൽ
2012 ശേഷം നിങ്ങൾ കൂത്തുപറമ്പ് സമരത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. ഈ വെടിവെപ്പിനെ കുറിച്ച്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് സ്മൃതി ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ ഉദ്ധരിച്ചതും വായിച്ചതും ജസ്റ്റിസ് പത്മനാഭൻ നായർ കമ്മിറ്റിയുടെ ഭാഗമായി ഉള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് തന്നെ പരാതിക്കാർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായമില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കുറ്റവിമുക്തനായി ഈ ഉദ്യോഗസ്ഥനെതിരായി കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന കാര്യം ഹക്കീം ബത്തേരിയും അതുപോലെ തന്നെ ടി ആൻ്റണിയും അവിടെ ഒരു ചുമതലയും ഇല്ലാതിരുന്ന ഡെപ്യൂട്ടി കളക്ടർ ഹൗസിങ്ങിൻ്റെ ചുമതല മാത്രം വഹിക്കുന്നയാൾ അവിടെ എത്തി വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ കലക്ടർ ഉണ്ടായിരുന്നു, ADM ഉണ്ടായിരുന്നു, അവിടെ ചുമതലയുള്ള RDO ഉണ്ടായിരുന്നു, ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശിങ്കിടി പാടുന്ന, അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് ശ്രീ പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് നിയമസഭയിൽ 1995 ജനുവരി 30 അവതരിപ്പിച്ച ഒരു അടിയന്തര പ്രമേയമുണ്ട്. ആ അടിയന്തര പ്രമേയത്തിൻ്റെ ഉള്ളടക്കം വായിച്ചു നോക്കിയാൽ അതിൽ നിന്ന് വ്യക്തമാകും. അതിൽ പേര് പരാമർശിക്കുന്ന ആളല്ല ഈ പറഞ്ഞ അന്നത്തെ ASP ആയിരുന്ന രവത ചന്ദ്രശേഖർ. അതിൽ പേര് പരാമർശിക്കുന്ന കൃത്യമായിട്ടുള്ള ആളുകളുണ്ട്. കണ്ണൂരിൽ ഒരു DYSP ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അങ്ങനെയാണല്ലോ കൊടുത്തത്. അതെ അതെ, താങ്കൾ ഇത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി കാണിക്കൂ. ചോദ്യങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ലെന്നേ. ഇത്ര നേരം കേൾക്കുകയല്ലേ, ഉപചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചോദിക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ഉപചോദ്യം എന്നല്ല ഇതിന് പറയുക സ്മൃതി. സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് പറയുക, ഉപചോദ്യമല്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു 2-3 വാചകം കൂടി പറഞ്ഞാൽ താങ്കൾക്കൊരിക്കലും ബോധ്യപ്പെടില്ലെങ്കിലും കേൾക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും ബോധ്യപ്പെടും എന്ന നല്ല ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ ഒന്ന് തൽക്കാലം ക്ഷമിക്കൂ. ആ അടിയന്തര പ്രമേയത്തിനകത്ത് തന്നെ വളരെ കൃത്യമായി അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട്, കണ്ണൂരിൽ ഒരു DYSP ഉണ്ട്, സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യൻ, ക്രൂരതയുടെ ആൾരൂപം. DYSPയുമായി ആണ് രാഘവൻ നേരിട്ട് ബന്ധപ്പെട്ടത്. രാഘവൻ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്നു. മറ്റു മന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിൽ ഇടപെടാൻ പ്രത്യേകിച്ച് കണ്ണൂരിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു. നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും രാഘവൻ പറഞ്ഞാൽ ചെയ്യും. എന്തും ചെയ്യുന്ന പോലീസുകാരെ DYSP ഹക്കീം ബത്തേരി അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. കൂത്തുപറമ്പിൻ്റെ SP കൂത്തുപറമ്പിൽ വന്നില്ല. രാഘവനോട് അന്നത്തെ SP ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ, SP രാഘവനോട് കൂത്തുപറമ്പിലേക്ക് വരരുത് എന്ന് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന രാഘവൻ കേട്ടില്ല. ഹക്കീം ബത്തേരിയുമായി ഗൂഢാലോചന നടത്തി, TT ആൻ്റണിയുമായി ഗൂഢാലോചന നടത്തി. SP നേരിട്ട് റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ അന്ന് മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വയർലെസ്സിൽ നിർദ്ദേശം നൽകിയപ്പോൾ ആ വയർലെസ് സന്ദേശം സ്വന്തം വാഹനത്തിലല്ല എസ്കോർട്ട് വാഹനത്തിൽ നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ രാമകൃഷ്ണൻ വഴിക്ക് വെച്ച് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം കാര്യങ്ങളെല്ലാം സ്ഥലത്തുണ്ടായിട്ടും നേതൃത്വം കൊടുക്കാൻ അന്നത്തെ SP തയ്യാറായില്ല. ഈ പറഞ്ഞ ഹക്കീം ബത്തേരിയുടെ മുകളിൽ നിൽക്കുന്ന, ഈ പറഞ്ഞ ASPയുടെയും മുകളിൽ നിൽക്കുന്ന ആൾ തയ്യാറായില്ല എന്നതും അനുഭവമാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലിരുന്നു, അദ്ദേഹത്തിന് ഭയമായതുകൊണ്ടാണ് എന്നാണ് അന്ന് രാഘവൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കലക്ടറെയും സബ് കലക്ടറെയും ADMനെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ TT ആൻ്റണിയെ, ചുമതലയില്ലാത്ത ആളെ കൊണ്ടുവന്ന് വെടിവെപ്പ് നടത്തി. ഈ കാര്യങ്ങളെല്ലാം പേരുകൾ തന്നെ പരാമർശിച്ചുകൊണ്ട് കൃത്യമായി അടിയന്തര പ്രമേയത്തിൽ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്താണ്? നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ പരത്തണം. ആ തെറ്റിദ്ധാരണ പരത്തുന്നതിൻ്റെ ഭാഗമായി പലതും പ്രചരിപ്പിക്കണം. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും മറ്റു രീതിയിലെല്ലാം പ്രചരിപ്പിക്കണം. ഇതിൻ്റെ ശരിയായ ഈ കൂത്തുപറമ്പിലെ അതിക്രൂരമായ വെടിവെപ്പിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതിൽ ഈ റവടയ്ക്ക് പങ്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെയും ബോധ്യം. നിങ്ങൾ മുദ്രാവാക്യങ്ങളിൽ രവത എന്നും ഹക്കീം ബത്തേരി എന്നും പറഞ്ഞു അത് പറഞ്ഞത് P ജയരാജനാണല്ലോ. DYFഐയും SFഐയും ഒക്കെ പ്രതിഷേധങ്ങളിൽ പറഞ്ഞിരുന്നു എന്ന കാര്യം കൂടി P ജയരാജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല സ്മൃതി, ഒരു കാര്യം
സ്മൃതി ഇപ്പോൾ ഇൻട്രോയിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പി ജയരാജൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് സജേഷ് ഈ പറയുന്നത്? എന്താ ഈ വർത്തമാനത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്മൃതിക്ക് ചേർക്കാം, അത് സ്മൃതിയുടെ ഉത്തബുദ്ധി, അതിൽ ചേർത്തോളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഉത്തമ വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ്. ഉത്തമ വിശ്വാസത്തിൽ ഇത്രയും പറഞ്ഞില്ലേ, ഇനി ബാക്കിയുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. പറയട്ടെ, ഒറ്റ മിനിറ്റ്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്ലല്ല, ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. താങ്കൾ ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ എനിക്ക് പിന്നെ സമയം തന്നില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം താങ്കൾ ഇവിടെ രൂപീകരിച്ചു വെച്ച പാനൽ വെച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം സുഖകരമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ താങ്കൾ സ്വച്ഛന്തമായ ചർച്ച നടത്തിക്കോളൂ. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം നായനാർ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. തുടർന്ന് വന്ന നായനാർ സർക്കാർ പത്തനംതിട്ട SP ആയിട്ട് രവത ചന്ദ്രശേഖരന് നിയമനം കൊടുത്തിട്ടുണ്ട്. അതേ സർക്കാർ തന്നെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP ആയിട്ടും നിയമനം കൊടുത്തിട്ടുണ്ട്. KAP 2nd ബറ്റാലിയൻ കമാൻഡറായിട്ട് ചുമതല കൊടുത്തിട്ടുണ്ട്. എറണാകുളം SP ആയി റേഞ്ച് SP ആയി ചുമതല കൊടുത്തിട്ടുണ്ട്. മലപ്പുറം SP ആയും റെയിൽവേ SP ആയും ചുമതല കൊടുത്തിട്ടുണ്ട്. VS ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം തൃശ്ശൂർ റേഞ്ച് DIG ആയി അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കമ്മീഷണറായി അദ്ദേഹം 2 വർഷക്കാലം ചുമതലയേറ്റിട്ടുണ്ട്. IG ആയും അതുപോലെ തന്നെ IG ക്രൈം റെക്കോർഡ് ബ്യൂറോ ആയിട്ടും ചുമതല നൽകിയതുമെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്താണ്. ഇതെല്ലാം പറയുന്ന ഒരു കാര്യത്തിനാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിരോധമോ ഇല്ല. മുന്നിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പാനലിൽ നിന്ന് മുന്നിൽ വരുന്ന 3 ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓർമ്മകൾ ഉണ്ടായിരിക്കണം, വിരോധാഭാസമാണ് എന്നൊക്കെയുള്ള വാക്കുകൾ, മലയാളത്തിലെ വാക്കുകൾ തനിക്ക് പറയുന്നത് ശരിയല്ല. സ്മൃതിയോട് പറയാനുള്ളൂ. MP രാഘവന്റെ ആത്മകഥയിൽ പറയുന്നു, പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ MP രാഘവന്റെ ആത്മകഥ പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ നിർഭാഗ്യകരമായ സംഭവം ഒഴിവാക്കാമായിരുന്നു. കൂത്തുപറമ്പ് ടൗൺ ഹാൾ പരിസരത്ത് ഇത്രയും വലിയ ഒരു അക്രമി സംഘം തടിച്ചുകൂടുന്നത് പോലീസിന് തടയാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് K. പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ASP രവത ചന്ദ്രശേഖരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്. ഇനി പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു, ഈ കാര്യത്തിൽ ASP രവത കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത്. വെടിവെപ്പിന്റെ കാര്യത്തിൽ അതിന് തുനിയണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയായിരുന്നു. ആ ഉത്തരവ് രവത നടപ്പാക്കുകയായിരുന്നു. സംഭവത്തിൽ 2 ദിവസത്തിന് മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് അന്ന് റിപ്പോർട്ട് നൽകിയത്. ഇതാണ് അന്നത്തെ റിപ്പോർട്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴുള്ള സാങ്കേതികമായി സർക്കാരിന് ഈ 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയല്ലാതെ നിർവാഹമില്ല എന്നൊരു പ്രായോഗികത നമ്മുടെ മുന്നിലുണ്ട്. സർക്കാരിന് അതേ നിർവാഹമുള്ളൂ. പക്ഷേ ഇന്ന് P. ജയരാജൻ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയമില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അന്ന് അതിനുശേഷമുണ്ടായ സമരങ്ങളിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിക്കുന്ന ഘട്ടങ്ങളിലൊന്നും രവതയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് ശ്രീ NP ചെക്കുട്ടി? രവതയും ഹക്കീം ബത്തേരിയുടെയും പേരുകളാണ് ആ സമയത്ത് പറഞ്ഞു കേട്ടിരുന്നത്. അതെ, അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ P. ജയരാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ DGP നിയമനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണുള്ള കാര്യം, തർക്കമൊന്നുമില്ല. കാരണം ഉദ്യോഗസ്ഥരാകുമ്പോൾ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥർ പലരും അവരുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, പല നടപടികൾക്രമം ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ പരിശോധനകളുണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ഇതിനെ ഈ വെടിവെപ്പുമായിട്ട് അതിൻ്റെ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇരിക്കെ തന്നെ ബന്ധിപ്പിക്കുന്നത് വഴി
അദ്ദേഹത്തിന് സർക്കാരിനോടും ഇപ്പോൾ പാർട്ടി സംവിധാനത്തോടുമുള്ള ചില വിയോജിപ്പുകൾ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എം വി ഗോവിന്ദൻ്റെ പിന്നെ പത്രക്കാരോടുള്ള റിയാക്ഷനിൽ അദ്ദേഹം പറഞ്ഞ ഗവൺമെൻറ് തീരുമാനമാണ്, ഞങ്ങൾക്ക് പാർട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എം വി ഗോവിന്ദൻ എടുക്കുന്ന നിലപാടും പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന പി ജയരാജൻ എടുക്കുന്ന നിലപാടിൽ ഒരു വൈരുദ്ധ്യമുണ്ട്, ഒരു സംഘർഷമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് CPM-നകത്ത് പുകഞ്ഞു നിൽക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക മുന്നോട്ടുള്ള എല്ലാ മാർഗങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. ആ പരിഭവങ്ങളിൽ ഒന്ന് ഇന്ന് ലീഡർഷിപ്പിലുള്ള എം വി ഗോവിന്ദനായാലും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വിമർശനമാണല്ലോ. ഇപ്പോൾ എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് RSSുമായി സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന, അത് പാർട്ടി സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തത് മോശമായി, തെരഞ്ഞെടുപ്പിനെ അത് ബാധിച്ചു എന്ന് പറഞ്ഞത് പി ജയരാജനാണ് എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ടെന്നും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ഞാൻ പറയാറില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് പറഞ്ഞിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല എന്നൊരു നിഷേധ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ അതിനെ ഞാൻ പറഞ്ഞു വരുന്നത്. പി ജയരാജൻ സത്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ 70കൾ മുതൽ കാണുന്ന ഒരാളാണ് പി ജയരാജൻ. യഥാർത്ഥത്തിൽ എം വി ജയരാജൻ അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിലെത്തി, വേറെ പലരും കേന്ദ്ര കമ്മിറ്റിയിലെത്തി, പോളിറ്റ് ബ്യൂറോയിലെത്തി. പക്ഷേ പാർട്ടിയിൽ ഒരു കാലത്ത് ഏറ്റവും കരുത്തനായിട്ടുള്ള ഏറ്റവും ശക്തനായിരുന്ന പി ജയരാജൻ ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹം ഖാദി ബോർഡിൻ്റെ എന്തോ ഒരു വൈസ് ചെയർമാൻ എന്തോ ഒരു പദവി അദ്ദേഹത്തിനുണ്ട്. പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതും ഇനി അധികം കാലം നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പാർട്ടിയിൽ വളരെ കരുത്തനായിരുന്ന വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തേണ്ട അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് സംഭവിച്ചു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പിന്നെ വടകരയിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അവർ തിരിച്ച് അതേ സ്ഥാനത്തെത്തി. പി ജയരാജൻ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പി ജയരാജൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പി ജയരാജൻ്റെ വളർച്ചയെ മുന്നോട്ടുള്ള പോക്കിനെ കട്ട് ചെയ്യുന്ന പിന്നിന്ന് കുത്തുന്ന ഒരു സമീപനം ആരൊക്കെയോ സ്വീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും അദ്ദേഹം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യങ്ങളാണ്. അദ്ദേഹം ഏതാണ്ട് ജീവച്ഛമായിട്ട് ഒരു ഓണക്കാലത്ത് അദ്ദേഹത്തെ വെട്ടി കഷ്ണമാക്കി മാറ്റിയതാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും ജീവിക്കുന്ന രക്തസാക്ഷിയായ മനുഷ്യനാണ്. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ പി ജയരാജന് മാനസികമായ പ്രയാസം ഉണ്ടാവും, വിയോജിപ്പുണ്ടാവും. ആ വിയോജിപ്പ് പാർട്ടി കമ്മിറ്റിയിലായാലും ശരി പുറത്തായാലും ായിട്ടാണോ അങ്ങ് കാണുന്നത്? അതോ കണ്ണൂരിൽ തന്നെയുള്ള സഖാക്കളുണ്ടല്ലോ, ഈ കൂത്തുപറമ്പ് വിഷയം എല്ലാ ഘട്ടത്തിലും അത് ഓർത്തെടുക്കുന്നവർ, ആ സമയത്ത് ആ സമരത്തിന്റെ ഭാഗമായിരുന്നവർ, അവരെതിരെ എങ്ങനെ കാണുന്ന ഒരു ചോദ്യം കൂടിയുണ്ടല്ലോ. അതെ, പി ജയരാജൻ എന്ന് പറഞ്ഞാൽ പി ജയരാജൻ എന്ന വ്യക്തിയല്ല. പി ജയരാജൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങൾ സഹിച്ചത്? എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വളരെ വളരെ എന്താ പറയുക, വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലൂടെ ആണ് അദ്ദേഹത്തിനോട് വേറെ പല ആളുകളുടെയും കുട്ടികൾ പിന്നെ കാര്യക്കും നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നോക്കിയാൽ പി ജയരാജൻ ഒരു മാതൃക രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് എല്ലാ കാലത്തും നിന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോട് യോജിപ്പില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയിലെ സാധാരണക്കാരായ അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തനായ നേതാവ്, ഏറ്റവും ലക്ഷ്യബോധമുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളോട് ശക്തമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള നേതാവ്, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷികളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കും. അത് ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ മാത്രമല്ല, കണ്ണൂരിലെ മഹാഭൂരിപക്ഷം പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരങ്ങളെയാണ് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. പക്ഷേ അത് പരസ്യമായിട്ട് പറയാനുള്ള ശേഷി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള സംവിധാനം ഇന്ന് CPM-ന് അകത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു മാർഗം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പി ജയരാജൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ പ്രവർത്തകരുടെയും വികാരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ഷിബു മീരാൻ, ഇപ്പോൾ CPM-നകത്തെ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചാലും UDF-നെ സംബന്ധിച്ചാലും അന്ന് ആ നടപടിയെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ്. രവതയുടെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന രീതിയിലുള്ള പ്രതികരണം ഇതിനകം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരിക്കുന്നു. ഇത് CPM-നകത്തെ ഒരു ചർച്ചയായി പോകട്ടെ എന്നതാണോ UDF-ന്റെ നിലപാട്?
സ്മൃതി, രവത ചന്ദ്രശേഖർ എന്ന വ്യക്തിയല്ല കൂത്തുപറമ്പ് വെടിവയ്പ്പിലേക്ക് നയിച്ച അന്നത്തെ ആ സാഹചര്യം. ആ വെടിവയ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ ആൾക്കൂട്ടത്തെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ മന്ത്രിയായിരുന്നു, ഞങ്ങൾക്ക് ആ മന്ത്രിയുടെ പേരൊന്നും പറയാൻ ഇപ്പോഴും പ്രയാസമില്ല, സഖാവ് എം വി രാഘവൻ കൊല്ലപ്പെടുമായിരുന്നു എന്നത് UDFന്റെ നിലപാടാണ്. അന്ന് അതിനെ എതിർത്തവരാണ് CPM. എന്നാൽ ഇപ്പോൾ അന്ന് പ്രതിസ്ഥാനത്ത് നിർത്തിയ ഓരോരുത്തരെയായി CPM കുറ്റവിമുക്തരാക്കുന്നത് നാം കാണുകയാണ്. സഖാവ് എം വി രാഘവൻ, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സ്വീകരിച്ചു. ഇപ്പോൾ അവർ മന്ത്രി എന്ന് പറയുന്നതിലൂടെ എം വി രാഘവനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ രവത ചന്ദ്രശേഖർ, അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം അവിടെ വന്ന വളരെ ജൂനിയറായ ഒരു IPS ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് കണ്ണൂരിലെ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്ന് ഇപ്പോൾ പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇവരുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന പ്രതിനിധികൾ അടക്കമാണ്. എന്നാൽ മറുഭാഗത്ത് CPM ആ വെടിവയ്പ് നടന്ന കാലത്ത് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. നമുക്കറിയാം സ്മൃതി, അത് കഴിഞ്ഞ് വർഷങ്ങളോളം കൂത്തുപറമ്പ് ആ വെടിവയ്പിൽ കൊല്ലപ്പെട്ട 5 ചെറുപ്പക്കാർ, അന്ന് മാരകമായി പരിക്കേറ്റ സഖാവ് പുഷ്പനടക്കം 6 പേർ, അവരുടെ ത്യാഗത്തെ, അവരുടെ രക്തസാക്ഷിത്വത്തെ അതിവൈകാരികമായി CPM കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു, ഉപയോഗിച്ചിരുന്നു. മയ്യഴിയാറ്റിനും അറിയാം, കനകമലക്കാറ്റിനും അറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണ് അവനൊരു ചെമ്പന് നീർപ്പൂവ് എന്നാണ് സ്മൃതി ഇൻട്രോയിൽ പാടിയ ആ കവിതയുടെ ബാക്കിയാണ്. സഖാവ് പുഷ്പൻ എൻ്റെ ഓർമ്മ ശരിയിൽ കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. ഇതൊന്നും കാണാനും കേൾക്കാനും യോഗമുണ്ടാകാതെ ആ മനുഷ്യൻ മടങ്ങിയത് നന്നായി എന്നിപ്പോൾ എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, പത്മനാഭൻ കമ്മീഷൻ്റെ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ രവത ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. അത് കഴിഞ്ഞ സഖാവ് നയനാർ ഗവൺമെൻറ് കേരളത്തിൽ 96 മുതൽ 2001 വരെ കേരളം ഭരിച്ചപ്പോൾ തുടർച്ചയായി രവതയ്ക്ക് കേരളത്തിൽ പോസ്റ്ററുകൾ കൊടുത്തിരുന്നതെന്നാണ്. ശരിയാണ്, ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ രവത ചന്ദ്രശേഖരനെ എക്സോണേറ്റർ ചെയ്തിരുന്നു. പക്ഷേ അതന്ന് ആ ഗവൺമെൻറ് അംഗീകരിച്ചില്ല. 98 എൻ്റെ ഓർമ്മ. അന്ന് DGP ആയിരുന്ന ജേക്കബ് പുന്നൂസോ മറ്റാണ് ഇവർ അദ്ദേഹത്തെ കൊണ്ട് FIR അടിച്ച് പ്രതി ചേർപ്പിച്ചു രവതയെ. ആ FIR ആണ് 2000 സുപ്രീം കോടതി ക്വാഷ് ചെയ്ത്. CPM നിർത്തിയില്ല. CPM ആ നിയമ പോരാട്ടം തുടർന്നു. 2012 ഇതേ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ കുറ്റവിമുക്തനാക്കിയ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജൂനിയർ IPS ഓഫീസറായിരുന്നു. ആ സ്ഥലമോ പ്രദേശമോ അവിടുത്തെ രാഷ്ട്രീയം അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് 2012 ബഹുമാനപ്പെട്ട ഹൈക്കോടതി BP റായ് മറ്റോ എന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞത്. ആ ജഡ്ജ്മെന്റ് വരുമ്പോഴും രവത ചന്ദ്രശേഖരനെ CPM വെറുതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ ഇവരുടെ ഗവൺമെൻറ്റിന് നമുക്ക് അജ്ഞാതമായ, എന്നാൽ നമുക്ക് ഊഹിക്കാവുന്ന ചില കാരണങ്ങളാൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചോര പുരണ്ടു എന്നിവർ ആക്ഷേപിച്ച ആ മനുഷ്യനെ DGP ആക്കി മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിൽ റദ്ദാക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പിലെ ആ മനുഷ്യരുടെ രക്തസാക്ഷിത്വമാണ്, ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങളാണ്, ഇവരുടെ നിലപാടുകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി രസകരമാണ്. ഇപ്പോൾ ഇവർ രവതയെ നിയമിക്കുമ്പോൾ 1ാം സ്ഥാനക്കാരൻ നിതീഷ് അഗർവാളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സഖാവ് ജയരാജൻ തന്നെ ചില ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്. അന്ന് നേരത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴത്തെ കൂത്തുപറമ്പിലെ പാർട്ടി സെക്രട്ടറിയായ സുകുമാരനെ മർദ്ദിച്ച ആളാണ് ആര്? നിതീഷ് അഗർവാൾ. ഇനിയിപ്പോൾ യോഗേഷ് ഗുപ്തയുടെ തകരാർ എന്താണ്? യോഗേഷ് ഗുപ്തയുടെ പ്രശ്നം PP ദിവ്യ, അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അവർ രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവിടുത്തെ KSUവിൻ്റെ നേതാവ് മുഹമ്മദ് ഷമ്മാസ് എന്നൊരു ചെറുപ്പക്കാരൻ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിൽ ഇവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതിൽ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത PP ദിവ്യക്കെതിരെ ചില അന്വേഷണങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. അപ്പോൾ ഈ 3 പേരെയും തൂക്കിയപ്പോൾ 2ാം സ്ഥാനക്കാരനാണെങ്കിലും റവതയ്ക്ക് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷിബുലാലും രാജീവനും റോഷനും അതേപോലെ തന്നെ സഖാവ് പുഷ്പനടക്കം കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഒന്നൊഴിയാതെ അവർ ഈ ഭൂമിയോട് സർക്കാരുകളായാലും ആ സർക്കാരുകൾക്ക് യോജിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെയല്ലേ പോലീസ് മേധാവിയാക്കുക? ഇതിപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെയല്ലേ പാർട്ടിയിലെ തന്നെ വിവിധ നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ PP ദിവ്യ ഒരു വിഷയമായി പ്രതിപക്ഷം എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നു, നമുക്കതിൽ തെളിവില്ല. പക്ഷെ അതിലപ്പുറം എല്ലാവർക്കുമെതിരെ ഇങ്ങനെ കേസെടുക്കുന്ന ഒരു രീതി, ഒരു ജേക്കബ് തോമസ് രീതിയുണ്ട് അദ്ദേഹത്തിന് എന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെക്കാളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ എളുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥരെ സ്വാഭാവികമായ ഒരു സർക്കാർ തിരഞ്ഞെടുക്കില്ലേ? നിങ്ങൾക്ക് എന്തായാലും രവതയുടെ കാര്യത്തിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. എന്താ സംശയം? തീർച്ചയായും സ്മൃതി, ഞാനതാ പറയുമ്പോൾ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലാണെങ്കിൽ PP ദിവ്യ പച്ച ജീവനോടെ ഇരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞ ഈ സുകുമാരൻ, നിതീഷ് കുമാർ, പിന്നെ നിതീഷ് അഗർവാൾ കൈകാര്യം ചെയ്തെന്ന് പറയുന്ന സുകുമാരൻ, അദ്ദേഹം കൂത്തുപറമ്പിലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പച്ച ജീവനോടെ ഇരിക്കണം. അപ്പോൾ ഈ ഇടപെടാനും മൂടി വെക്കാനും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്കാണ്. പിണറായി വിജയൻ ഈ 3 പേരിൽ ബെറ്ററായി രവതാ ചന്ദ്രശേഖരനെ കണ്ടു കാണും, അദ്ദേഹം അവരെ നിയമിച്ച് കാണും. ഞങ്ങൾക്ക് ആ നിയമനത്തിനൊന്നും പ്രശ്നം, ആര് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കേരള പോലീസ് നിറവേറ്റണമെന്ന വിമർശന ബുദ്ധി മാത്രമേ പ്രതിപക്ഷത്തിന് ഇതിലുള്ളൂ. ഞാൻ വിമർശിക്കാൻ ശ്രമിച്ചത്, സ്മൃതി, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, പതിറ്റാണ്ടുകളോളം ആ 5 ചെറുപ്പക്കാർ അവരുടെ രക്തവും മാംസവും ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആരൊക്കെ രക്തസാക്ഷി, ഇപ്പോൾ MV രാഘവൻ്റെ പേര് പോലും പറയാൻ മടിക്കാണ്. സഖാവ് MV രാഘവൻ 87 പാർട്ടി വിട്ടതിന് ശേഷം ആരൊക്കെ MV രാഘവനുമായി CPM-നുള്ള ആ കുടിപ്പകയുടെ പേരിൽ ഇപ്പോൾ രക്തസാക്ഷികളായി ഈ 5 ചെറുപ്പക്കാർ. സഖാവ് പുഷ്പൻ പറശ്ശിനിക്കടവ് പാമ്പുപോലെ വളർത്തൽ കേന്ദ്രത്തിലെ മിണ്ടാപ്രാണികളായ പാമ്പുകൾ 93 കത്തിച്ചു. രാജഗോപാലടക്കം വന്ന് കുറേ പാമ്പുകൾ മരിച്ചുപോയി, നിർത്തിയില്ല. 2000 ആ പാമ്പ് വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടാൻ ശ്രമിച്ചു. ചാടി രക്ഷപ്പെടാൻ പറഞ്ഞ സിംഹവാലം കുരങ്ങൻ ഇവര് മയക്കുവടി വെച്ച് വീഴ്ത്തി പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച വരെ കേരളം കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ MV രാഘവനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അന്ന് ഇതൊന്നും ബോധ്യമില്ലായിരുന്നോ? ഇപ്പോൾ രവതാ ചന്ദ്രശേഖരന് കൂത്തുപറമ്പ് വെടിവെപ്പിന് 2 ദിവസം മുൻപ് 94 ഡിസംബർ മാസം 23-ാം തീയതിയായിരുന്നു ഈ പറയുന്ന രവതാ ചന്ദ്രശേഖർ വന്നത്. അദ്ദേഹത്തിന് എന്തറിയാനാണെന്ന് പറഞ്ഞവർക്ക് ഈ 2012 വരെ കേസ് നടത്തുമ്പോൾ ഇത് ബോധ്യമില്ലായിരുന്നോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് CPM ആണ്. ആ ചോദ്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തിയായി ഉന്നയിക്കുന്നത് ആ രക്തസാക്ഷികളെ ഇഷ്ടപ്പെട്ടിരുന്ന, അവരുടെ പോരാട്ട വീറിനെ ഓർക്കുന്ന ഇടതുപക്ഷത്തിന്റെ സഖാക്കളാണ് എന്നത് CPM-നെ ഒരു വലിയ ധർമ്മസങ്കടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അത് ഉണ്ടാവുന്നില്ല എന്നത് ഞങ്ങൾക്കും കൗതുകകരമാണ്. ഇത് ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്കൊരു പാടാണ്. ഇപ്പോൾ വമ്പിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാവും, തല്ലുകൊള്ളാം, ചിലപ്പോൾ ജീവൻ പോലും പോയേക്കാം. ഇപ്പൊ കിട്ടുന്ന രക്തപുഷ്പങ്ങളല്ലാതെ ഭാവിയിൽ ഇവരിതൊന്നും ഓർത്തു വെക്കാൻ പോകുന്നില്ല എന്ന് നിലവിൽ സമരം ചെയ്യുന്ന DYFI-ക്കാരും SFI-ക്കാരും തിരിച്ചറിയാൻ ഇതൊരു പാഠമാവുമെങ്കിൽ അത്രയും നല്ലതെന്ന് ഞങ്ങൾ കാണുന്നുള്ളൂ. അതിൽ ശരി. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, BJP വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ DGP ആക്കുക, സംസ്ഥാന പോലീസ് മേധാവിയുടെ പട്ടിക ഇവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കുമ്പോൾ ADGP-മാരെ കൂടി ഉൾപ്പെടുത്താമെന്നൊരു ആലോചന വരികയും MR അജിത് കുമാറിന്റെ പേര് അതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. പക്ഷേ UPSC തിരിച്ച് DGP-മാരുടെ ലിസ്റ്റാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. അതിൽ ഈ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക. ഇതിൽ BJP-യുമായുള്ള ബന്ധം എന്നതാണല്ലോ CPM-നെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉണ്ടായിരുന്ന ആരോപണം. ഇപ്പോൾ രവതയുടെ തെരഞ്ഞെടുക്കലിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധ്യതയില്ല. BJP വിഷയത്തെ CPM-നകത്തെ 2 തരത്തെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല സ്മൃതി, ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. നമ്മളിതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, കേരളത്തിന് DGP-ആയി അതിൻ്റെ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ലിസ്റ്റുകളിൽ നിന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ DGP അദ്ദേഹം കേരളത്തിൻ്റെ ക്രമസമാധാന നില ഭംഗിയായി കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ട് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഏത് സ്ഥലത്ത്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഈ മയക്കുമരുന്നുകാരും ഈ മറ്റേ ഒരു നാടിന് ദോഷം വരുന്ന പ്രവർത്തനവും ഈ കൊലപാതകവും ബോംബേറും കുത്തുവും ഇത്യാദി കാര്യങ്ങൾ തുടർന്നു തുടങ്ങിയിട്ട് ഒരു 9 കൊല്ലത്തോളമായി. സ്വാഭാവികമായിട്ട് ഈ 9 കൊല്ലത്തെ ഭരണത്തിൽ ഇപ്പോൾ 2 കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പോലീസിനെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കുന്ന ഒരു DGP ആയിട്ട് വരട്ടെ എന്നാണ് BJP-യുടെ ആശംസ. രണ്ടാമത്തെ ഒരു കാര്യം, കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട വിഷയം. എൻ്റെ സ്മൃതി, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നോക്കേണ്ടത്, ഈ കൂത്തുപറമ്പിലെ രക്തസാക്ഷിത്വം ഉണ്ടായി, ഇവരത് വലിയ സംഭവമാക്കി നടത്തി. ആരായിരുന്നു അതിൻ്റെ കാരണക്കാരൻ എന്നിവർ പറഞ്ഞിരുന്നു CPM? MV രാഘവൻ. MV രാഘവനോട് ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഏറ്റവും വലിയ പക്ഷേ MVR ആയിരുന്നില്ല. MVR-ന് ഇവർ അംഗീകരിച്ചില്ലേ? MVR-ന്റെ മോൻ നികേഷ് കുമാറിന് ഇവർ പാർട്ടിയിലെടുത്തില്ലേ? ക്ഷണിതാവാക്കിയില്ലേ? നികേഷിന് സീറ്റ് കൊടുത്തില്ലേ? അപ്പോൾ ആ MVR-നോട് ഇവരുടെ പാർട്ടി എടുത്ത നിലപാട് എന്താണ്? തിരുത്തിയില്ലേ? ഇനി ആ വിഷയം ഉണ്ടാക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ആ പ്രധാന വിഷയം, ഇനി സ്വയാശ്രയമായിക്കോട്ടെ പരിഹാരമായിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും അതിലിവരുടെ നിലപാട് ഒരു കൃത്യമായി മാറ്റിയില്ലേ? ഇനി അതിപ്പോൾ ഏത് കാര്യത്തിലായിക്കോട്ടെ, വിദേശ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഈ കേരളത്തിൽ നാവിന് എല്ലില്ല എന്ന് വിചാരിച്ച് ഈ ദോശ ചുടണ ജാതി ഇതിങ്ങോട്ട് പരത്തുക, കുറേ കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് തിരിച്ച് പരത്തുക, അത് കഴിഞ്ഞ് വീണ്ടും അതിങ്ങോട്ട് തിരിച്ച് പരത്തുക, ഇങ്ങനെ വാക്കുകൾ മാറ്റി, നയങ്ങൾ മാറ്റി, നിലപാടുകൾ മാറ്റി ഇത്യാദി കാര്യങ്ങൾ ചെയ്ത് ഇപ്പം പറഞ്ഞതല്ല അപ്പം പറയാം, അത് അന്നത്തെയായിരുന്നു, അത് ഇന്നത്തെ ഇങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നതിലെ ഒന്നാന്തര പാർട്ടിയാണ് CPM. സ്വാഭാവികമായിട്ട് MV ഗോവിന്ദനും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയം ഒരു വിഷയമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ അണികൾ
അണികളെ സംബന്ധിച്ച് അങ്ങോട്ട് പ്രയാസമുണ്ട് എങ്കിൽ ഒരു നേതാവിനെ കൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെ ഒരു വാക്ക് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ അണികൾ അത് അംഗീകരിച്ചോളും എന്നുള്ള അണികളെ വിഡ്ഢികളാക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. സർക്കാർ അത് നിലപാടെടുത്തു. സർക്കാരിൻ്റെ ഈ നിലപാടല്ല അത്, സർക്കാർ കൂത്തുപറമ്പ് മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നിലപാടുകളും, അത് എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിലായിക്കോട്ടെ, ഈ വിഷയത്തിലായിക്കോട്ടെ, മറ്റേത് വിഷയത്തിലാണെങ്കിലും CPM-ൻ്റെ നിലപാടുകൾ മാറാൻ അധികം വൈകില്ല. ആദ്യം ഒരു നിലപാടെടുക്കും, 2-3 കൊല്ലം അത് വേവിക്കും. സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പുതിയ അരിയിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ അരി വെന്ത് വരുമ്പോൾ അടുത്ത അരിയിടും. അതിൽ ഒരു മാറ്റമില്ല. പഴയ ചോറുണ്ണാനും ഇവർക്കൊരു കുഴപ്പമില്ല, അത് തെറ്റായിരുന്നു എന്ന് പറയാനും ഇവർക്കൊരു കുഴപ്പമില്ല. അപ്പം നിലപാടുകളെ മാറ്റി. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. പുതിയ DGP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെടുക്കാനുള്ള വലിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ അറിയാമല്ലോ, തൃശ്ശൂരുണ്ടായത് പോലീസുകാരെ ഓടിച്ചിട്ടടിക്കുകയാണ് ഗുണ്ടകൾ. പോലീസിലെ കമ്മീഷണർ പറഞ്ഞില്ലേ, ഗുണ്ടകളുടെ പണി ചെയ്യും, പോലീസിൻ്റെ പണി ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലേക്ക് നാടിൻ്റെ വിവിധ മേഖലകൾ മാറിയിരിക്കുന്നു എന്നുള്ള ദയനീയ സാഹചര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾ പോലും പ്രതിസന്ധിയിലേക്ക് വരുന്നൊരു സാഹചര്യം. അതേപോലെ എപ്പോൾ വേണേ കൊല ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം. ബോംബ്, കത്തിയർ, വടിവാൾ, തിക്ക് തിരക്ക്, ഗഞ്ചാവ്, MDMA, സ്റ്റാമ്പ്, സിന്തറ്റിക്, ഇങ്ങനെ നിരന്ന് നിൽക്കില്ല കേരളത്തിൽ, ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് മേധാവിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് AKG സെൻറ്ററിലെ ക്ലർക്കിനെ പോലെ കേരളത്തിലെ DGP-യെയും പോലീസിനെയും CPM നിയന്ത്രിക്കാതിരുന്നാൽ ഭരിക്കുകയല്ലല്ലോ വേണ്ടത്. അവർക്ക് വേണ്ടത് തീരുമാനങ്ങൾ കൃത്യമായി എടുത്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നല്ല ബന്ധത്തിലായിരിക്കണം മുന്നോട്ട് പ്രവർത്തിക്കാൻ, നല്ല ബന്ധമുണ്ടാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ പറയുന്ന രവീന്ദ്ര ചന്ദ്രശേഖർ 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയെ കാണുകയും തന്റെ താല്പര്യം വ്യക്തമായി അദ്ദേഹത്തോട് പറയുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുന്നവരുമായിട്ട് തന്നെയല്ലേ മുഖ്യമന്ത്രി അങ്ങനെ ഒരാളെയല്ലേ തിരഞ്ഞെടുക്കുകയുള്ളൂ? അത് AKG സെന്ററുടെ തിട്ടൂരം എന്ന രൂപത്തിൽ കാണേണ്ടതില്ല. സർക്കാരിന് സുഗമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സർക്കാരിനോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥൻ 100% സർക്കാരിന് കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, സർക്കാരിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വെച്ചോട്ടെന്നേ. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് ഇന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞത്. അത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്, അണികളെ താല്പര്യപ്പെടുത്താൻ വേണ്ടുന്ന കാര്യമാണ്. സർക്കാരൊക്കെ കൃത്യമായിട്ട് നിലപാടുകളെ വിട്ടു. സർക്കാർ പുതിയ ശൈലിയിൽ വരുന്നു. അപ്പോൾ CPM-നെ സംബന്ധിച്ച് നിലപാടുകൾ എടുക്കാനും അത് മാറ്റാനും തിരുത്താനൊന്നും അധികം സമയം വേണ്ട. കാലത്തിനനുസരിച്ച് കോലം കെട്ടി ഒരു ശൈലിയിലേക്ക് പോകുന്നവരാണ്. കൃത്യമായ നിലപാടുകളോ പ്രത്യയശാസ്ത്രമൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ അവരൊരു കാലഘട്ടത്തിൽ പ്രത്യയശാസ്ത്രമൊക്കെ നശിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അവരൊരു തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. സർക്കാരിൻ്റെ തീരുമാനം ഏതാണെങ്കിലും DGP-യോട് നമുക്ക് ആശംസിക്കാനുള്ളത്, ഞാനാണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും നിങ്ങളുടെ ചാനലിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ സ്മൃതിക്കും വളരെ വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ കേട്ട് മനസ്സ് പകച്ചു നിൽക്കുന്നൊരു സമൂഹമാണ് നമുക്കുള്ളത്. ആ DGP അത് കൃത്യമായി കൈകാര്യം ചെയ്ത് ഫോഴ്സിനെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാവുന്നതും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മുടെ സമാധാനം പുനഃസ്ഥാപിക്കാനും സമൂഹത്തിൽ നിലനിന്ന് നിൽക്കുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് BJP-ക്ക് അതിനകത്ത് പറയാനുള്ളത്. പാർട്ടി അണികളെ അല്ലെങ്കിൽ കണ്ണൂരിലെ സഖാക്കളെ എത്രത്തോളം ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ വിഷയത്തിൽ P. ജയരാജൻ പറഞ്ഞ പ്രതികരണം താങ്കൾ പറഞ്ഞ രൂപത്തിലല്ലല്ലോ ഇവിടെ ബാക്കി ആർക്കും അത് ആ രൂപത്തിലല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് രാഷ്ട്രീയമായി അതിൽ പ്രതിരോധം തീർക്കാം. പക്ഷെ അപ്പോഴും കണ്ണൂരിലെ സഖാക്കളോട്, കേരളത്തിലെ മുഴുവൻ സഖാക്കൾക്കും ഒരുപക്ഷെ അങ്ങനെ കേൾക്കേണ്ടി വരില്ലായിരിക്കാം, കണ്ണൂരിലെ സഖാക്കളോട് പ്രത്യേകമായി ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ടി വരില്ലേ പാർട്ടിക്ക്? ഇവിടെ ഇപ്പോൾ ശ്രീ ചേക്കുട്ടിയുടെയും അതുപോലെ തന്നെ ഇവിടെ UDF-ൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ ഷിബു മീരാൻ്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സഖാക്കളോടും രക്തസാക്ഷികളോടും എല്ലാമുള്ള അതിയായ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ്. ഒരു കാര്യം ഇവർ ഇങ്ങനെ മുമ്പും പറഞ്ഞു വന്നിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം, ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചവർ, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പലതും നടത്തിയവർ, അവരെ കൊന്നു തള്ളിയവർ, അവരാണിപ്പോൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുത്തവർ. ഇതിന് ഒക്കെ മറുപടി പറയാൻ പുഷ്പനുണ്ടാകുമായിരുന്നു. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം പ്രയോഗങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. അതിന് കൃത്യമായി പുഷ്പൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. MV രാഘവൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പുഷ്പൻ്റെ അടുത്ത് മൈക്കുമായി പോയ ആളുകളുണ്ട്, പുഷ്പൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പോയ ആളുകളുണ്ട്. അതിലേറ്റവും കൃത്യമായ
പഠനാർഹമായ പൊളിറ്റിക്കൽ ലൈൻ എന്ത് എന്ന് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ പുഷ്പന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പൻ ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ഒരു പാഠപുസ്തകം പോലെ ജീവിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. അതിന് എപ്പോഴും വാ തുറന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ആശയവും ഇല്ലാതായി പോകണം, കേരളത്തിൽ ഇടതുപക്ഷം തകരണം എന്ന് മാത്രം ശ്വാസോച്ഛ്വാസത്തിൽ പോലും കരുതുന്ന ആളുകളുടെ ഉപദേശവും നിർദ്ദേശവും ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമാണ് അതിൽ സൂചിപ്പിച്ചു വെക്കാനുള്ളത്. പിന്നെ ഇതിനെ വെച്ച് CPM-ൻ്റെ അകത്ത് പ്രശ്നം, കമ്മിറ്റിയിൽ പ്രശ്നം, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, പക്ഷേ അതൊന്നും വസ്തുതകൾക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ MV രാഘവൻ കൊല്ലപ്പെടുമായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെപ്പില്ലായിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ UDF-ൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെച്ച കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി വീഴ്ച ഉണ്ടായത് ഈ പറഞ്ഞ ഞങ്ങൾ അന്നും ഇന്നും ആക്ഷേപം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഇതിലെ ഗൂഢാലോചന നടത്തിയ ആളുകൾ, ആ ഗൂഢാലോചന നടത്തിയത് ഹക്കീം ബത്തേരിയും അതുപോലെ തന്നെ TT ആൻ്റണിയും അതുപോലെ തന്നെ MV രാഘവനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവിടെ SP ഉൾപ്പെടെയുള്ള ആളുകൾ, ASP ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെക്കുറിച്ചല്ല ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും വളരെ കൃത്യമായി അത്തരമൊരു ആക്ഷേപം പരാതിക്കാർ ഉന്നയിച്ചില്ല എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആ പരാതി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ ഞങ്ങൾ പറയുമായിരുന്നു. അത് അന്നും പറഞ്ഞിട്ടില്ല. ഇന്നും എന്നും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, അവിടെ ഈ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന ഏറ്റവും വലിയ തെളിവായി കാണേണ്ടത് അവിടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്, മന്ത്രി എത്തുന്നതുവരെ 2 മണിക്കൂർ ഈ പറഞ്ഞ ASP-യുടെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അന്നത്തെ DYFI നേതാവായിട്ടുള്ള സഖാവ് MV ജയരാജനുമായി സംസാരിച്ചു, വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ASP പറഞ്ഞപ്പോൾ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വഴി ഒരുക്കി കൊടുക്കുന്ന വീഡിയോ, ആ ഫോട്ടോസ് ഞങ്ങൾക്ക് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചത്. പരസ്പരം സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾ കറുത്ത കൊടി വീശി കാണിച്ച് പ്രതിഷേധം അറിയിച്ച് പോകുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞതായി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ കമ്മീഷൻ്റെ നിഗമനങ്ങളിലും കാര്യങ്ങളിലുമായി കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രതിയാക്കി വെച്ച ആളുകളുണ്ട്, പ്രതിയായ ആളുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങളും മറ്റു കാര്യങ്ങളും അതിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ASP-ക്ക് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ പൊറുക്കാവുന്നതാണ്, എങ്കിലും കുറ്റം ചുമത്താൻ ഒരു കാരണവും കാണുന്നില്ല എന്നതാണ് അന്നത്തെ കമ്മീഷന്റെ റിപ്പോർട്ട്. ഒരു കോടതി ഉത്തരവ്, അതിനനുസരിച്ചാണോ CPM രാഷ്ട്രീയ നിലപാടുകളിൽ രാഷ്ട്രീയ പ്രതികരണം നടത്താറ്? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ബോധ്യത്തിൻ്റെയും ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട ശരിയായ നിലപാടും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അത് ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളോട് ആ ചോദ്യം ചെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ സ്വാഭാവികമായും പറയുക അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ്. കാരണം അതിൽ ഗവൺമെൻറ് ഉൾപ്പെടാത്ത ആളുകൾക്ക് ആ മറുപടിയെ പറയാൻ വേണ്ടി കഴിയും. അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഉല്ലാസ് ബാബു ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ക്രമസമാധാനമാകെ തകർന്നുപോയി, അതൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാനം ഇപ്പോഴുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗത്തിൻ്റെതുൾപ്പെടെ മികച്ച ഭരണനിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നിങ്ങളുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്ന് നോക്കണ്ടേ BJP-യുടെ പ്രതിനിധി? നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിലാണ് ഈ പോലീസ് 3 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വെറും വേർതിരിവിൻ്റെ ഭാഗമായി വീട്ടിൽ കയറി ചവിട്ടിക്കൊന്നത്. അത്തരം അനുഭവങ്ങളുണ്ട്. ഇവിടെ ആരും വാർത്തകളൊന്നും അറിയില്ല. മണിപ്പൂർ അങ്ങ് കത്തുകയാണ്, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നിരന്തരം കലാപങ്ങൾ, വർഗീയ സംഘടനകൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ, സംസാരിക്കുന്നതിൻ്റെ പേരിൽ ആളുകളെ കൊന്നുതള്ളുന്നത്, ഇതെല്ലാം രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി സജീഷ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ പുഷ്പന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞല്ലോ. സ്മൃതി ഒറ്റ കാര്യം ഞാൻ വിഷയത്തിലേക്ക് വരാം. സ്മൃതിയെ വരാം സ്മൃതി, വിഷയത്തിലേക്ക് വരാം. പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഒരു 100 കിലോ വെയിറ്റ് ഇട്ട് സജീഷേട്ടൻ തള്ളി പറയുമ്പോൾ താങ്കൾ ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയാണല്ലോ.
ഓക്കെ, താങ്കൾ തള്ളി അങ്ങ് വക്കത്തെത്തിച്ചിട്ടുണ്ടല്ലോ. അത് ഞാനൊന്ന് തട്ടി താഴെ ഇടാനാണ് നോക്കുന്നത്. താങ്കൾ തട്ടി പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ, എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? താങ്കൾ പറയുന്നത് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ ആധുനികമായ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം ഉള്ള കാലത്ത് നിങ്ങൾ എത്ര തള്ളിയാലും തള്ളി മറച്ചാലും അത് ജനങ്ങൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നെല്ലാം നമുക്കറിയാം. മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയുകയാണ്. മയക്കുമരുന്നിൻ്റെ ഹബ്ബങ്ങ് ഗുജറാത്തിലാണ്. മയക്കുമരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. ഇതെല്ലാം രാജ്യം നോക്കിക്കാണുകയാണ്. ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന പല നിലപാടുകളും രാജ്യത്തിനാകെ മാതൃകയാണ് എന്നുള്ള നിലയിൽ കാണുകയാണ്. ഞങ്ങൾ നിലപാട് സ്വീകരിക്കാറുണ്ട്. ആ നിലപാട് എക്കാലത്തും വ്യക്തമായിരിക്കും. വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടെ വന്നിട്ട് പറയട്ടെ സ്മൃതി, അപ്പുറത്ത് ഈ വിഷയത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനല്ലല്ലോ ഈ കാര്യങ്ങൾ വന്നത്. അപ്പോൾ നോക്കിയിരിക്കുക, അതിന് മറുപടി പറയുമ്പോൾ പ്രയാസം ഉണ്ടാവുക. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുത്ത് ഞാൻ ചർച്ചയിൽ പോകണോ? താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ മറ്റു പാനലിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ ഇടപെട്ട് അതിപ്പോൾ ഇവിടെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെനിക്ക് മറുപടിയും പറയേണ്ടതില്ല. അതിന് സ്വച്ഛന്തമായ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് മറുപടി പറയാതെ പോയാൽ എന്താ പ്രശ്നം വരിക? കാണുന്ന ആളുകൾ കരുതില്ലേ ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്ന്. നിലപാടിൻ്റെ ഓരോ കാര്യത്തിലും ഈ ദേശീയപാതയുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. ദേശീയപാത എന്ന് പറഞ്ഞില്ല, എക്സ്പ്രസ് ഹൈവേ എന്ന് വെച്ച് പറഞ്ഞു. ദേശീയപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെക്കാലത്തും സ്വീകരിച്ച നിലപാട് അത് 45 മീറ്ററായി മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ദേശീയപാത വേണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അത് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. വിട്ടുവീഴ്ച ചെയ്ത് പണം കൊടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞ അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ മുന്നേറ്റം ഒരു ആവശ്യമാണ്. ജനങ്ങളുടെ അനിവാര്യതയ്ക്കനുസരിച്ച് ഞങ്ങളത് ഇപ്പോൾ ഈ പുഷ്പന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പുഷ്പന്റെ അടുത്ത് തന്നെ മൈക്ക് കൊണ്ടുവന്ന് മറിച്ചെന്തെങ്കിലും പ്രതികരണം കിട്ടാനുള്ള ശ്രമം നടത്തിയെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ അവസാന കാലത്ത് കേൾക്കുന്ന പുഷ്പന്റെ കുടുംബത്തിൽ നിന്നും BJP-യിലേക്കുള്ള കൊഴിഞ്ഞുപോക്കായിരുന്നല്ലോ. അപ്പോൾ ആ കുടുംബത്തെ തന്നെ പുഷ്പന്റെ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിത്വം എന്ന് പറയുന്ന വിഷയത്തിൽ ആ കുടുംബത്തെ തന്നെ അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് എത്ര കഴിഞ്ഞു എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സ്മൃതി, ഒരു കാര്യം പറയട്ടെ. പറയുമ്പോൾ മറ്റുള്ളവരോട് നീതി പുലർത്തുന്നത് നല്ലതാണ്. പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രചാരണങ്ങളെ പുഷ്പൻ തള്ളിക്കളഞ്ഞതാണ്. പുഷ്പനെ സ്നേഹിക്കുന്ന ഒരാളും പുഷ്പനെ മനസ്സിലേറ്റുന്ന ഒരാൾക്കും സംഘപരിവാരത്തിൻ്റെ ഭാഗമായി പോകാൻ വേണ്ടി കഴിയില്ല. പുഷ്പനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുണ്ടാവും നാട്ടിൽ. അവരെന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ എന്ന് നമുക്കാർക്കും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രചാരണങ്ങൾ നടത്തിയാണ്. അതിനൊക്കെ കൃത്യമായ മറുപടി പുഷ്പൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണമെങ്കിൽ പുഷ്പന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അത് സ്റ്റുഡിയോയിലിരുന്ന് മാത്രമല്ല, അദ്ദേഹം എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിച്ചത്. ശരി, താങ്കളുടെ ഈ വാചകങ്ങൾ സഖാക്കൾക്ക് ബോധ്യമാകട്ടെ, ജീവിച്ചു പോയ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതുപോലും ചന്ദ്രശേഖരനെ DGP ആക്കിയതല്ല, നിങ്ങളെ പോലെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയത് എന്ന നിലയ്ക്കല്ല. പി ജയരാജന്റെ വ്യത്യസ്ത സ്വരമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കത് ചർച്ച ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അസ്വസ്ഥതയാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാനേ അസ്വസ്ഥതയാണ്. അസ്വസ്ഥത ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒറ്റ മിനിറ്റ് മടങ്ങിയെത്താം. ഒറ്റ കാര്യം സ്മൃതി ചേർത്ത കുത്തിത്തിരുക്കിയ വാക്കുകളല്ലാതെ പി ജയരാജൻ അത് തന്നെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് പോകുന്ന അവസാനമായി ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഈ വിഷയത്തിൽ പി ജയരാജന്റെ ഒരു പ്രതികരണം കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് ഇത് വരുന്നത്. കാരണം രവരാജ് ചന്ദ്രശേഖരൻ നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ തന്നെ പല ചുമതലകൾ സംസ്ഥാന പോലീസിലുണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ അദ്ദേഹം കേന്ദ്രത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയത്. അദ്ദേഹം മടങ്ങിയെത്തുന്നു. അദ്ദേഹത്തിന് പോലീസ് മേധാവിയാൻ താല്പര്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ആ പട്ടികയിൽ 3 പേരിൽ ചേർന്ന് പോകാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം വരുന്നു. പക്ഷേ രാഷ്ട്രീയമായി മുൻപുണ്ടായ കാര്യങ്ങൾ, മുൻപ് നടന്ന സമരങ്ങൾ, അതിലുണ്ടായ രക്തസാക്ഷിത്വം, ഇതൊക്കെ തിരിഞ്ഞു കുത്തുന്നു എന്ന് പറഞ്ഞത് പി ജയരാജനാണ്. അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി എന്ന വാചകം എത്രത്തോളം അത് ശരിയാകും? പറഞ്ഞു തിരിഞ്ഞു കുത്തുന്നു എന്ന വാക്ക് എവിടെ പറഞ്ഞു? സ്മൃതി അതൊന്ന് കേൾപ്പിക്ക്. ആധികാരികമായി ചോദ്യം ചോദിക്കുമ്പോ തിരിഞ്ഞു കുത്തുന്നു എന്ന പി ജയരാജന്റെ വാക്ക് ഒന്ന് കേൾപ്പിക്ക്. അത് മര്യാദയാണ്.
സ്മൃതി ഇങ്ങനെ എന്താ എടുത്ത് സജീഷ് പ്രയോഗിക്കല്ലേ ചെയ്തത്? വാക്കുകൾ. ഞാൻ പറഞ്ഞതിന്റെ മലയാളത്തിലെ അർത്ഥം ഇവിടെ വാക്കുകൾക്ക് ബാക്കി എല്ലാവർക്കും അർത്ഥമുണ്ട്. മനസ്സിലാകുകയും എന്താണ് സജീഷിന് സ്മൃതി മാത്രം എന്ന് ഞാൻ മനസ്സിലാകാതിരിക്കുകയും തിരിച്ചു ചോദിക്കുകയാണ്. ചെയ്യുന്നതുകൊണ്ടാണ്. സ്മൃതി ഇവിടെ പ്രയോഗിച്ച ഏതെങ്കിലും ഒരു വാക്ക്, അല്ല ഞാൻ പറയട്ടെ, സ്മൃതി ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പി ജയരാജൻ പറഞ്ഞു എന്ന് സ്മൃതി ഈ ചർച്ചയിൽ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വാക്ക് തിരിഞ്ഞു കൊത്തുന്നു കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോളും കേട്ടോ. എനിക്ക് ഇതിൽ ഇനി തർക്കിക്കാനൊന്നും, എനിക്ക് താങ്കളോട് തർക്കിക്കാൻ എന്തായാലും തൽക്കാലം നിർവാഹമില്ല. പി ജയരാജൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വിഷയം അദ്ദേഹത്തോടൊന്ന് നിർത്താൻ അദ്ദേഹത്തിന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് അത്ര ശബ്ദമൊന്നുമില്ല, എനിക്ക് ഇദ്ദേഹത്തോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ല. അയാളോട് നിർത്താൻ പറ, അയാളല്ല മൈക്ക് ഓഫ് ചെയ്യൂ, അയാളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തോട് ഒന്നുകിൽ അദ്ദേഹത്തോട് വായടക്കാൻ പറയുക, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുക. ഇതല്ലാതെ മറുപടി പറയാൻ ഒരു നിവൃത്തിയില്ല. കാരണം അത് ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് പരിമിതമായ ശബ്ദമേ ഉള്ളൂ. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങളാണ് മറുപടി പറയേണ്ടത്. എന്നോട് ചോദിച്ചാൽ നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ശ്രുതി അയാൾ സംസാരിച്ചോട്ടെ, അയാൾ സംസാരിക്കട്ടെ. എനിക്ക് സംസാരിക്കേണ്ട ഒരു നിർബന്ധമൊന്നുമില്ല. ജയരാജൻ പറഞ്ഞു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്മൃതിക്കുണ്ട്. എല്ലാവരും കേട്ടല്ലോ. സജീഷ് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കും. ബഹളം വെച്ചാൽ പി ജയരാജൻ ഇവിടെ ഉന്നയിച്ച വിഷയം ഇല്ലാതാകില്ല. സജീഷ് ബഹളം വെച്ചാൽ പി ജയരാജൻ ഇവിടെ ഉന്നയിച്ച വിഷയം ഇല്ലാതാകില്ല. ആലങ്കാരികമായി പ്രയോഗിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കാൻ പ്രയോഗിച്ച 3 വാചകങ്ങൾ താങ്കൾക്ക് മാത്രമാണ് അതിൽ തെറ്റിദ്ധാരണ. ഇതൊരു നല്ല തന്ത്രമാണ്. ഇതൊരു നല്ല തന്ത്രമാണ്. ആ തന്ത്രം അവസാനം വരെ തുടർന്നാൽ ബാക്കിയുള്ളവർക്ക് പറയാൻ സമയവും കിട്ടുകയില്ല. ഇതൊരു നല്ല തന്ത്രമാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. എനിക്കിതിൽ താങ്കളോട് തർക്കിക്കാനേ ഇല്ല സജീഷ്, താങ്കളോട് തർക്കിക്കാനേ ഇല്ല സജീഷ്, താങ്കളോട് തർക്കിക്കാനേ ഇല്ല സജീഷ്, താങ്കളോട് തർക്കിക്കാനില്ല സജീഷ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ശ്രീ എൻ പി ചെക്കുട്ടിയുടെ ഊഴമാണ്. താങ്കൾ അതിന് അവസരം കൊടുക്കുക. താങ്കൾക്ക് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ എൻ പി ചെക്കുട്ടി പൂർത്തിയാക്കൂ. എനിക്ക് നല്ല സന്മാനം. അതെ, ഒരു ജനാധിപത്യ മര്യാദയിലാണെങ്കിൽ ചർച്ച ഞാൻ അദ്ദേഹത്തോടോ വേറെ ആരോടോ തർക്കിക്കാനല്ല ഇവിടെ വന്നത്, എൻ്റെ കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പി ജയരാജൻ പറഞ്ഞതിൽ വളരെ ഗുരുതരമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാരിന് വേറെ നിവൃത്തിയില്ലാണ്, ശരിയാണ്. പക്ഷെ പാർട്ടിക്ക് വേറെ നിവൃത്തിയുണ്ട്. പാർട്ടി സെക്രട്ടറി കർശനമായി പറയണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറയണം. പക്ഷേ പ്രശ്നമുണ്ടെങ്കിൽ സർക്കാർ മുന്നോട്ട് പോകും, അത് വേറെ വിഷയം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ, ചരിത്രത്തെ തൃണവൽക്കരിക്കുന്ന, അതിനെ അവഗണിക്കുന്ന ഒരു സമീപനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിലെ മറ്റുള്ള ആളുകൾ ചോദ്യം ചെയ്യും. യഥാർത്ഥത്തിൽ പി ജയരാജൻ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലാണ് നടത്തിയിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതിന് പാർട്ടിക്കകത്ത് അനുരണനങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി സജീഷ്, ഒരു ചൊല്ലുണ്ടല്ലോ, അവനവന്റെ മന്ത് മണ്ണിൽ പൂഴ്ത്തിയിട്ട് ബാക്കിയുള്ളവരെ മന്ത എന്ന് വിളിക്കരുത് എന്നൊരു ചൊല്ല് പറഞ്ഞാൽ ഉടനെ ദേ അയാൾ എനിക്ക് മന്തുണ്ടെന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ പിന്നെ അതിന് മറുപടിയില്ല. ദേ നോക്കൂ, എനിക്ക് മന്തുണ്ടെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ശരി, അത് താങ്കൾ തുടക്കം മുതൽ പറയുകയാണല്ലോ. താങ്കൾ തുടക്കം മുതൽ അതാണല്ലോ പറഞ്ഞു വരുന്നത് സജീഷ്. ചോദ്യത്തിന് ഉത്തരമല്ലല്ലോ താങ്കൾ പറയാറ്. താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അവതാരകയ്ക്ക് എന്താണ് രാഷ്ട്രീയമെന്നും അവതാരകയുടെ ഉദ്ദേശവും അവതാരകയുടെ ചോദ്യത്തിന്റെ മുനയും ഇതിൽ പറഞ്ഞ് ഒരു 15 മിനിറ്റ് അങ്ങനെ തീർക്കാം. അപ്പൊ പിന്നെ നമുക്ക് മറുപടിയിലേക്ക് അധികം നേരം പോകണ്ടല്ലോ. നല്ല തന്ത്രമാണ്. മറുപടി പറയാത്തത് അല്ല, താങ്കൾ പകുതിയിലധികം സമയവും എടുക്കുന്നത് ചോദ്യകർത്താവിനെ വിമർശിക്കാനാണ്, അല്ലേ? ചോദ്യം ചോദിക്കുന്നവരെ വിമർശിക്കാനാണ്. ചോദ്യം ചോദിക്കുന്നവർക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട് എന്ന് ശഠിക്കാനാണ്. താങ്കൾ അത് തുറന്നോളൂ. താങ്കളുടെ ശൈലിയുടെ വ്യത്യാസം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് താങ്കൾ തുറന്നോളൂ. നമ്മുടെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. നമുക്ക് വേറെ ദിവസമാണ്. വളരെ നന്ദി. ഞാനും പ്രതീക്ഷിക്കുന്നില്ല. വളരെ നന്ദി. എസ് കെ സജീഷ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, എൻ പി ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.